പ്ലീസ് അങ്കിൾ ഒന്ന് കാട്ടി തരണേ. പിള്ളേരാ പെറുകണിയാന്ന് ക്ഷമിക്കും തോറും തലേ കയറി നിറങ്ങോടി. പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണേ ഇതിനൊക്കെ. പടം വരിപ്പിക്കാൻ വന്നേക്കുന്നു. വിഷ്ണു, ഇങ്ങ് വാ, ഇതിൽ സംസാരിക്കാനുണ്ട്. നീ നിരാഹാരത്തിലാണെന്ന് നിന്റെ അമ്മ പറഞ്ഞു. എടാ, അവനവൻ്റെ ശരീരത്തിനോടാണോ മറ്റുള്ളവരോടുള്ള ദേഷ്യം തീർക്കുന്നത്? ആരോഗ്യം പോയാൽ ആയുസ്സും പോവും. അതൊന്നും മറക്കരുത് നീ. 100 വർഷം ജീവിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല അച്ഛാ. എന്തിനെ 100 ദിവസം കൂടി വേണമെന്നില്ലല്ലോ. എടാ മോനെ, അങ്ങനൊന്നും പറയാതടാ. എനിക്ക് നിന്റെ മനസ്സ് കാണാം. നിന്റെ അമ്മയ്ക്ക് അത് കാണാനുള്ള കഴിവില്ലാതെ പോയി. അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു നിന്നോട് ശാലിനെ മറക്കണമെന്ന്? രാഘവേട്ട, ഓ അപ്പൊ ഞാനില്ലാത്തപ്പോ ഇതാണല്ലേ രാഘവേട്ടന്റെ ജോലി? എന്റെ മോന്റെ മനസ്സ് കലക്കല്. നിന്റെ മോനോ? നിന്റെ മാത്രമല്ല, എൻ്റെ കൂടി മോനാ വിഷ്ണു. പിന്നെ ഇവന്റെ മനസ്സ് കലക്കുന്നതേ ഞാനല്ല, നീയാ. രാഘവേട്ട, എങ്ങനെ ഇവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ശപഥം ചെയ്ത് കിടക്കുന്ന എന്നെ കുറ്റം പറയാനാണോ രാഘവേട്ടന് തിടുക്കം? ഓ, എങ്ങനെയും ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കല്ലേ ഭാമേ. തല്ലി പൊഴിപ്പിച്ചാലേ ഒരു ഫലവും മധുരിക്കില്ല, അരുചിയേ ഉണ്ടാവൂ. ജീവിതത്തിന്റെ കാര്യത്തിലും അതാ സത്യം. എനിക്ക് ആ തത്വം ഒന്നും കേൾക്കണ്ട. വിഷ്ണുവിന്റെ ജീവിതം ഞാൻ പറഞ്ഞ കരയിലെ നങ്കൂരം ഇടും. അത് അവിടെ തന്നെ നങ്കൂരം ഇട്ടാ മതി. അതെന്റെ തീരുമാനമാ. തീരുമാനമല്ല, ദുർവാശി എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നീ ശാലിനെ പോലെ നല്ല പെൺകുട്ടി ഇവന്റെ ജീവിതം നടത്തി മാറ്റുമോ? ഒരു ശാലിനി ശാലിനി ശാലിനി, അവള് വല്ല കൈവശം തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? 6 വർഷമായി ഞാൻ ഈ ജപം കേട്ടോണ്ടിരിക്കുക. നന്മയുള്ളവരുടെ പേരെ മറ്റുള്ളവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് കാണുന്നവർക്കും നല്ല മനസ്സോടെ കേൾക്കുന്നവർക്കും അതൊരു ആശ്വാസമാണ്, സാന്ത്വനം. എനിക്ക് കേൾക്കണ്ട അവളുടെ പേര് പോലും. ഹലോ ഹലോ, ഞാനാ ACP ചന്ദ്രബോസ്. ഓ, ചന്ദ്രബോസ് എന്ന് മാത്രം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. ആ പറഞ്ഞതിന്റെ പിന്നിലുള്ള അസൂയ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അസൂയയോ? എനിക്കോ? നല്ല കണ്ടുപിടുത്തം. അസൂയല്ല, ഇത് എന്താണ് സത്യമാണ്. ഞാൻ വെറും ചന്ദ്രബോസ് ആണെന്ന് പറഞ്ഞാൽ ACP ആണെന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടിയാണെന്നല്ലേ അതിന്റെ അർത്ഥം? അതെന്തെങ്കിലും ആവട്ടെ, എന്തിനെ വിളിച്ചെന്ന് പറ. ശരി ശരി, സംസാരിച്ച് മുഷിയാൻ എനിക്കും താല്പര്യമില്ല. നിങ്ങളുടെ തറവാട്ടിൽ നിന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? ഇവിടെ നിന്നോ? ആര് തന്നു പരാതി? അല്ല, എന്താ പരാതി? അവിടുത്തെ വിഷ്ണുവിന്റെ ഭാര്യയെ കാണാനില്ല എന്ന്. അവളുടെ ചെറുപ്പത്തിലൊരു ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപയോഗിച്ച് ചിത്രകാരൻ ഇപ്പോഴത്തെ അവളുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്.
ആ പെണ്ണിനെ പോലീസ് എത്രയും വേഗം കണ്ടുപിടിക്കണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം. ആ ശരി. ചതിച്ചു, കുടുംബം നശിച്ചു. എന്താ എന്താ നീ പറയുന്നേ? ശാലിനിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പപ്പി പരാതി കൊടുത്തിരിക്കുക. എത്രയും പെട്ടെന്ന് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ. വിഷ്ണു, പെട്ടെന്ന് റെഡിയാവും, നമുക്ക് അവിടം വരെ ഒന്ന് പോണം. ആ കുട്ടി ഇതെന്ത് ഭാവിച്ച? എന്തോ കരുതിക്കൂട്ടി ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ. അച്ഛനെന്തായി പറഞ്ഞു വരുന്നേ? അല്ലടാ, ശാലിനിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇവിടുന്ന് മറ്റൊരാൾ തയ്യാറാവുന്നു പറഞ്ഞാ അതിന് വലിയൊരു അർത്ഥമുണ്ട്. നിനക്കത് വഴിയെ മനസ്സിലാവും. ചെല്ല്, പോകാൻ തയ്യാറാണ്. പപ്പി അങ്കിൾ പ്ലീസ് ആ പടം ഒന്ന് കാണിക്കോ? പ്ലീസ് അങ്കിൾ ഒന്ന് കാണിക്കങ്കിൾ. എന്താ പറഞ്ഞത്? കേട്ടില്ല. അങ്കിൾ പ്ലീസ് ആ പടം ഒന്ന് കാണിച്ചു തരുമോ? സത്യഭാമയുടെ കൊച്ചുമോള് കെഞ്ചുന്ന കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ രാസേ? ഈ പടം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേണമെങ്കിൽ എന്റെ ഷൂ കൂടി തുടച്ചെന്ന്. സത്യഭാമയുടെ കൊച്ചുമോള്. ചന്ദ്രബോസേ, അയ്യോ, ചക്രവർത്തിനി തൃപ്പൂർ എഴുന്നള്ളിയായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ആളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ. അയ്യോ, ആര് വിളിച്ചു വരുത്തിയെന്ന്? ഞങ്ങളായിട്ട് അവിടുത്തെ മുഖദർശനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. സത്യഭാമയുടെ കോടതിയിൽ അത്രയൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഒരു നിയമപാലന സംവിധാനമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവരാ ഞങ്ങളും. അതിനിടെ ആവശ്യമില്ലാത്ത ഓരോ കാര്യം പറഞ്ഞ് മേനക്കെടുത്താനായിട്ട് രണ്ട് നരന്തികൾ കയറി വന്നേക്കുവാ.
പോലീസ് കംപ്ലൈന്റ് തേങ്ങയൊന്നുമില്ല. എവളുമാർക്ക് പണം വരച്ചു കൊടുക്കണു. ഈ നിൽക്കുന്ന എസ് ഐ ഒരു പോങ്ങനായതുകൊണ്ട് പിള്ളേരെ താണത്തിനൊത്ത് തുള്ളാനുമായി. എന്നാലും അതൊരു ശരിയായ നടപടിയല്ലല്ലോ. അക്കാര്യം ഇത് നിങ്ങൾ ഉടവരെ വിളിച്ച് ചോദിക്കാൻ വേണ്ടി ഞാൻ ഫോൺ ചെയ്തത്. ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായ ഒരു ബ്രാൻഡ് നെയിമുണ്ടല്ലോ. അത് പ്രകാരം തിരക്കിയപ്പോ ഈ സന്തതി സത്യഭാമയുടെ വീട്ടിൽ കൊടുത്തതാണെന്ന് മനസ്സിലായി. ആണോ അല്ലയോ എന്ന് നല്ലതുപോലെ നോക്കിയൊന്ന് ബോധ്യപ്പെട്ടോണം. ആണല്ലോ അല്ലേ സത്യഭാമേ? മൗനം സമ്മതം. ഇനി നമുക്ക് നിയമപ്രകാരമുള്ള നടപടിയിലേക്ക് കിടക്കാം. തന്റെ മൂത്ത മരുമകളെ കാണാനില്ലാത്തതായും പോലീസ് കണ്ടെത്തി തിരിച്ചേൽപ്പിക്കണമെന്നും ശ്രീമതി സത്യഭാമയ്ക്ക് എന്തെങ്കിലും പരാതിയോ ആക്ഷേപമോ ഉണ്ടോ? ഒന്ന് വാ തുറന്ന് പറയണേ സത്യഭാമേ. എന്നിട്ട് വേണം ഈ പിള്ളേരെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ. എന്ത് തീരുമാനം എടുക്കാനാ? എന്ത് തീരുമാനമൊന്നും പഴയ കാലമൊന്നും അല്ല ഇപ്പോ. ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് മാത്രമല്ല, ഗർഭസ്ഥ ശിശുക്കൾക്ക് വരെയുണ്ട് മനുഷ്യാവകാശവും മാങ്ങാത്തൊലിയൊക്കെ. കൊച്ചുകുട്ടികളാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതി പറഞ്ഞിട്ട് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ തൊപ്പി തെറിച്ചെന്നിരിക്കും. കേട്ടിട്ടുണ്ടല്ലോ ഈ ചൈൽഡ് ലൈൻ പോലുള്ള ഏടാകൂടങ്ങളെ പറ്റി. അതുമല്ല, പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം സാധിച്ചില്ല എന്നും പോലീസ് വരട്ടെയെന്നും പറഞ്ഞ് ഇതിലേതെങ്കിലും ഒരെണ്ണം കയറി തൂങ്ങിയാലും ഒന്ന് അടങ്ങടാ. ഞാനൊരു സാധ്യത പറഞ്ഞതല്ലേ. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ പരിഗണനയിലെടുത്തേ ഞങ്ങൾ പാവം പോലീസുകാർക്ക് ജോലി ചെയ്യാൻ പറ്റൂ. അങ്ങനെ നിന്നെ പോലെ ഇരുന്നുണ്ടാനുള്ള വരുമാനമൊന്നും ഇല്ലടോ ഞങ്ങളെ തറവാട്ടില്. സത്യഭാമയെങ്കിലും ഞാൻ പറയുന്നതിന്റെ സ്പിരിറ്റ് ഒന്ന് മനസ്സിലാക്കണം. ഈ കുട്ടികളിൽ ആരെങ്കിലും എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പാവം പോലീസുകാരുടെ തലയിലിരിക്കുമെന്ന ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് പരാതിയൊന്നുമില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞാലേ കുട്ടികളെ ഇവിടുന്ന് വിടാൻ പറ്റൂ. ഇനിയിപ്പോ അതല്ല, മൂത്ത മരുമകളെ കണ്ടെത്തിയ തീരുമെന്നാണ് സത്യഭാമയ്ക്കുമെങ്കിൽ ഒരു കംപ്ലൈന്റ് രേഖാമൂലകം തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാം. പടം വരച്ചോ, മൾട്ടി കളർ ഫ്ലെക്സ് അടിച്ചോ, ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തോ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ തിരഞ്ഞോളാം. പറഞ്ഞ സമയത്തിനുള്ളിൽ മരുമകളെ ഈ സമക്ഷത്തിൽ ഹാജരാക്കുകയും ചെയ്യാം. എന്തു പറയുന്നു സത്യഭാമേ? ഹാജരാക്കട്ടോ? വേണ്ട. എന്തു പറയുന്നു സത്യഭാമേ? ഹാജരാക്കട്ടോ? വേണ്ട. ഈ വാക്ക്, ഈ ഒരൊറ്റ വാക്ക് മതി സത്യഭാമേ ചന്ദ്രബോസിന്. നിന്റെ അമ്മ പറഞ്ഞു കേട്ടില്ലടാ, നിന്റെ ഭാര്യയെ കണ്ടുപിടിക്കണ്ടെന്ന്. നീയും നിന്റെ ഭാര്യയും കൂടി എന്നെ ഒലത്തോന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തിനാടാ പടം വരച്ച് കളിപ്പിക്കാൻ പിള്ളേരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു വിടുന്ന പിള്ളേരാണെങ്കിൽ പടം പേപ്പറിലല്ല, തൻ്റെ നെഞ്ചത്തായിരിക്കും വരയ്ക്കുക.
അതുകൊണ്ട് പിള്ളേര് കളി വിട്ടേക്ക്. നമ്മൾ തമ്മിൽ ശരിക്കുള്ള കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇങ്ങ് വാടി. എന്തിന്റെ ആവശ്യമായിരുന്നടി നിനക്ക് എന്നെ നിന്റെ വല്യച്ഛനെയൊക്കെ ഇങ്ങനെ നാണം കെടുത്താനായിട്ട്? ചേച്ചിയമ്മ വലുതായി കഴിഞ്ഞുള്ള ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാ ഞാൻ. ചേച്ചിയമ്മ ഒരൊറ്റ ബീക്ക് വെച്ച് നല്ലതാ. ആരാ നിനക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നെ? ഇവള് തന്നെ ആയിരിക്കും അല്ലേ? നിന്നെ കൊണ്ടു നടന്ന് ചീത്തയാക്കുന്ന മുഴുവൻ ഇവളാണല്ലോ. അമ്മേ, നീ ഒന്ന് ചുമ്മാതിരിക്കടാ. പപ്പിമോൾക്കൊരു ആപത്ത് വന്നപ്പോ നീ ഒന്ന് സഹായിച്ചൊന്ന് കരുതി. പപ്പിമോളെ മൊത്തത്തിൽ നീ അങ്ങ് ഏറ്റെടുക്കാന്ന് കരുതല്ലേ? ഇതേ സത്യഭാമയുടെ കൊച്ചുമകളാ. നിനക്ക് കണ്ണെത്തിച്ച് നോക്കാവുന്നതിനേക്കാൾ ഉയരത്തിലുള്ളവൾ. ഈ സത്യഭാമ ആരാണെന്ന് നിനക്ക് അറിയില്ല. ഒരൊറ്റ അടി വെച്ചേരും ഞാൻ. അമ്മേ, കൊച്ചു കുഞ്ഞത് അത് ഓർമ്മ വേണം. കൊച്ചു കുഞ്ഞോ? അതൊന്നും അല്ലല്ലോ അവളുടെ കയ്യിലിരിപ്പ്. വിഷ്ണു, നീയും കൂടി ഇതിനൊക്കെ കാരണക്കാരൻ. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്ക് പഴം വെച്ചു കൊടുത്ത് സത്യഭാമയുടെ വീട്ടിൽ കാല് കുത്താൻ യോഗ്യതയില്ലാത്തവർക്ക് സ്വൈര്യവിഹാരത്തിനുള്ള അനുവാദം കൊടുത്തു. അമ്മേ മതി, നിർത്ത്. പപ്പി കൂട്ടാനല്ലേ അമ്മ വന്ന്. ഈ കുട്ടി അതിന്റെ പാട്ടിന് പൊക്കോട്ടെ. അമ്മയ്ക്ക് ദ്രോഹം ചെയ്തില്ലല്ലോ. ഇനി ഒരു വട്ടം കൂടി ഇവള് പപ്പിമോളുടെ കുറുകെ എങ്ങാനും വന്ന അപ്പ അറിയും ഇവള് വിവരം. കേട്ടല്ല? വാ. മോള് വിഷമിക്കണ്ട കേട്ടോ. നോക്കിയേ, ബിഗ് ഫ്രണ്ട് പറയട്ടെ. ഇതെന്താ അത്? അയ്യേ, സങ്കടപ്പെടുക ഇവരുടെ മുമ്പിലാ. കാട്ടാളന്മാരാട്ടോ. മോള് സങ്കടപ്പെടുന്നു വേണ്ട. അവരുടെ ഉണ്ട കണ്ണ് കണ്ടട്ടാ. ബിഗ് ഫ്രണ്ട് ഇല്ലേ? വാ വാ വാ. സാർ, അയാൾ ആരെയാ കാട്ടാളാന്ന് വിളിച്ചത്? സംശയം എന്താ? തന്നെ അടോ. ഇവിടെ കുട്ടികൾക്കെതിരെയുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങളൊക്കെ കുറ്റകരമാണോ? അതെനിക്കറിയില്ലേ? പടം ഒന്ന് നോക്കി കണ്ടൊക്കെ ജോലി ചെയ്യണോ? ഇല്ലെങ്കിലേ താൻ വരുന്ന സീനിലെല്ലാം നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് വെക്കേണ്ടി വരും. കേട്ടോ? അവന്റെ ഒരു പടം വരപ്പ്. ഇപ്പൊ ഞാനായോ കുറ്റക്കാരൻ? നിപ്പുണ്ടല്ലേ, ഒരെണ്ണം വെച്ചു കൊടുക്ക വേണ്ടത്. എടി, നിനക്ക് എത്ര വയസ്സായി? പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട പ്രായം ഇത്. ഇവളുടെ പ്രായത്തിൽ ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേട്ടാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അതൊന്നും ചുമ്മാ ഇരുന്നേ. ഇവിടെ ചെയ്തു വെച്ചാൽ ന്യായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. ചേച്ചിയമ്മ കാണാത്തോണ്ട് പപ്പിയുടെ വല്യച്ഛൻ വലിയ സങ്കടത്തിലാ.
ആ ചേച്ചിയമ്മയുടെ ചെറുപ്പത്തിലെ പടാ അത്. അത് വരപ്പിച്ചെടുത്ത് പപ്പിയുടെ ചേച്ചിയമ്മ കണ്ടുപിടിക്കാന്ന് കരുതി. വേറെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അമ്മ പറയേ. ആ ഇതിന്റെ മറുപടി നിന്റെ അമ്മയോട് തന്നെ ചോദിക്കണം. അമ്മേ ടി, പപ്പിയുടെ ചേച്ചിയമ്മ കാണുന്നില്ലെങ്കിൽ നിന്നെ ആരെങ്കിലും പോലീസിലെ പണി ഏൽപ്പിച്ചിട്ടുണ്ടോ? എടി തുനിഞ്ഞിറങ്ങുന്ന കാര്യം നല്ലതോ ചീത്തയോ എന്തോ ആവട്ടെ, നിനക്കൊരു വാക്ക് ചോദിക്കായിരുന്നല്ലോ ഞങ്ങളോട്. ഞങ്ങളാരും മരക്കുറ്റികളൊന്നും അല്ലല്ലോ. അതിനു പകരം എടുത്തു പിടിച്ച് നേരെ സ്റ്റേഷനിലേക്ക്. എടി എന്ത് ധൈര്യം എടി നിനക്ക്?